ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രീൻ ഗ്ലോബൽ ചാനലായിരുന്നു, അത് ഈ പേരിലേക്ക് മാറി. പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, സർക്കാരിൻ്റെ ചില നിർദ്ദേശങ്ങൾ പറയാറുണ്ട്. പലതും ചിലപ്പോൾ നടക്കാറുണ്ട്, ചിലത് നടക്കാറില്ല. നടക്കാതെ നമ്മൾ തുടർന്നുകൊണ്ട് പോകും. ഇങ്ങനെ പല തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വിഷയമാണ് ഇപ്പോൾ പറയാനാണ് പോകുന്നത്. മുതലപ്പൊഴി തുറമുഖമാക്കണം എന്നൊരു വാർത്ത കേരള കൗമുദിയിൽ ഞാൻ എഴുതിയിരുന്നു. ഒരു എഡിറ്റോറിയൽ പേജ്, കേരള എഡിറ്റോറിയൽ ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതെഴുതുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. സെൻറ്റർ ഫോർ വെസ്റ്റേൺ സ്റ്റഡീസ്, ഇന്നിപ്പോഴത്തെ നാഷണൽ സെൻറ്റർ ഫോർ വെസ്റ്റേൺ സ്റ്റഡീസ്, നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആയിരുന്നു സെൻറ്റർ ഫോർ വെസ്റ്റേൺ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അവിടെ റിസോഴ്സ് അനാലിസിസ് വിഭാഗം എന്ന് പറഞ്ഞ് വിഭവ വിശകലന വിഭാഗം ഉണ്ടായിരുന്നു. വിവിധ വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ വിഭവ വിശകലന വിഭാഗത്തിലെ സീനിയർ സയൻറ്റിസ്റ്റായി വെച്ചോടിയൊക്കെ ആയി, പിന്നെ രജിസ്ട്രാറൊക്കെ ചാർജൊക്കെ ഉണ്ടായിരുന്ന NJK നായർ സാറുണ്ട്. സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വളരെ സീനിയറായിട്ടുള്ള കേരളത്തിലെ ഭൂമിശാസ്ത്ര വിഷയത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് സാറ്. ഒരാളല്ല, സാർ ഏറ്റവും സീനിയറാണ്. പിന്നെ ആ ശ്രേണിയിൽ വരുന്ന, തൊട്ട് താഴെ വരുന്ന ശ്രേണിയിൽ വരുന്ന ഒത്തിരി പ്രൊഫസർമാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സാറ് ഒരുപാട് പഠനങ്ങൾ കേരളത്തിലെ തീരദേശത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നടത്തിയ പേപ്പറുകളും പഠനങ്ങളും സംബന്ധിച്ച് പെരുമാതുറ എന്ന് പറയുന്ന പെരുവായ്ത്തുറ എന്നൊരു സ്ഥലമാണെന്നൊക്കെ ഉള്ള ഒരു കണ്ടുപിടുത്തമൊക്കെ, ഒരു നിരീക്ഷണമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറുമൊക്കെ ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നന്നായി, മുതലപ്പൊഴിയുടെ തുറമുഖമാകുള്ള സാധ്യത വർഷങ്ങൾക്ക് പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ റെഫറൻസും എല്ലാം കിട്ടി. മറ്റ് തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ലേഖനം ചെയ്തത് കേരള കൗമുദിയിൽ. പക്ഷേ എന്തായാലും അത് പിന്നെ നമ്മുടെ ഇതേ ചാനൽ ഗ്രീൻ ഗ്ലോബലായിരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും ആ വിഷയം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു. തുറമുഖമാകാൻ പോകുന്നു. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം പോലെ തന്നെ, അത്ര വലുതല്ല എങ്കിൽ പോലും, ഒരു മദർ പോർട്ട് പോലെയൊന്നും അല്ലെങ്കിൽ പോലും മനോഹരമായൊരു പോർട്ട് വരാൻ പോകുന്നു, അല്ലെങ്കിൽ തുറമുഖമാകാൻ പോകുന്നു മുതലപ്പൊഴി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വിഷയങ്ങൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പെരുമാതുറ എന്ന് പറയുന്ന പ്രദേശം പെരുവായ്ത്തുറ ആയിരുന്നു എന്നുള്ളൊരു ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിന് അതിൻ്റേതായ ചരിത്രമുണ്ട്. കേരളത്തിൽ ക്രാങ്ങല്ലൂർ, കൊടുങ്ങല്ലൂർ തുറമുഖം ഉണ്ടായിരുന്നു, അഴീക്കൽ തുറമുഖം, അങ്ങനെ ഒരുപാട് തുറമുഖങ്ങൾ കേരളത്തിൽ നിന്ന്. ചീന വലയൊക്കെ കേരളത്തിൽ വന്നിരുന്നു. ചൈനയിലേക്കും അതുപോലെ തന്നെ ഗ്രീക്ക് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്ക് കുറവായിരുന്നു, പക്ഷേ എന്നാലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ധാരാളമായി നമ്മുടെ ചരക്കുകൾ, ഇപ്പോൾ ചങ്ങനാശ്ശേരി, വയനാടിലൊക്കെ ഉള്ള, ഇടുക്കിയിലുള്ള കുരുമുളകും അതുപോലെ തന്നെ ഏലവും ഒക്കെ ചങ്ങനാശ്ശേരി വരെ കാളവണ്ടിയിൽ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നത് പിന്നെ കുട്ടനാട് ഭാഗത്ത് കൊണ്ടുപോയി വള്ളത്തിൽ കയറ്റി, ബോട്ടിൽ കയറ്റി, അങ്ങനെയൊക്കെ പോകുന്ന വളരെ വിപുലമായ ഒരു ജലശൃംഖലയും ജലശ്രേണിയുമൊക്കെ ജലഗതാഗതമൊക്കെ ഉണ്ടായിരുന്നൊരു നാടാണ്. നിർഭാഗ്യവശാൽ നമ്മളുടെ പുതിയ കേരളത്തിൽ അതൊന്നുമില്ല. അതിനെക്കുറിച്ച് ചിന്തകൾ പോലുമില്ല. ആളുകൾക്ക് പഠിക്കാനോ അറിയാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോഴാണ് കേരളത്തിൽ ഒരുപാട് തുറമുഖങ്ങൾ, കൊച്ചു കൊച്ചു തുറമുഖം എന്ന് പറയുമ്പോൾ വളരെ വലിയ തുറമുഖങ്ങളല്ല, ബോട്ടടിപ്പിക്കുക, കപ്പലിനേക്കാൾ കൂടുതൽ ബോട്ടുകൾ വരുന്ന ഒരുപാട് കുഞ്ഞു തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ തുറമുഖം വളരെ വലുതായിരുന്നു. അത്തരത്തിൽ വരുന്ന ഒരു തുറമുഖത്തിൽ നമ്മുടെ മുതലപ്പൊഴിയിൽ കൃത്യമായ ഒരു തുറമുഖം വരാനുള്ള സാധ്യത ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് മുഖവിലക്കെടുത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അഭിനന്ദിക്കുന്നു. കാരണം ഇത് എല്ലാവരും കൂടി ചേർന്ന് വരുന്നതാണല്ലോ പദ്ധതിയാകുമ്പോൾ. അതിനകത്ത് എല്ലാവർക്കും അതിൻ്റേതായ പങ്ക് പല രൂപത്തിലുണ്ടാവും. എന്തായാലും ഞങ്ങൾ കേരള കൗമുദിയിൽ ഞാൻ എഴുതിയ ഒരു ലേഖനം അതിനകത്ത് ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞ പോലെ ശ്രീ NJK നായർ അവരുടെ ഒക്കെ ഒരു പഠനങ്ങൾ നേരത്തെ ഉണ്ട്, നിരീക്ഷണമുണ്ട്. ഞാൻ പല റെഫറൻസുകൾ എടുത്തിട്ടാണ് ഞാൻ പുതിയ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് വീഡിയോ ചെയ്തതും ലേഖനം എഴുതിയതും. എന്തായാലും മുതലപ്പൊഴി തുറമുഖം വീണ്ടും വരട്ടെ. കൂടുതൽ കേരളത്തിൻ്റെ സാധ്യതകൾ, ഭൂപ്രകൃതി അനുസരിച്ചുള്ള സാധ്യതകൾക്കനുസരിച്ചാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ജലഗതാഗതത്തിനൊക്കെ വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. എന്തായാലും നമുക്കും സന്തോഷിക്കാം. ഗ്ലോബൽ മലയാളി ന്യൂസിന് അതിൻ്റേതായ ആനന്ദവും സന്തോഷവും ഉണ്ടെന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു.